ഹലോ ഗൈസ്, ഞാനിന്ന് തിരുവനന്തപുരം വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കൊന്ന് പോകാൻ. ആ ആഗ്രഹമാണ് ഇവിടെ നിറവേറാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഒരുപാട് സന്തോഷത്തിലാണുള്ളത്. കാരണം ഞാൻ തിരുവനന്തപുരത്തേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകണം എന്നുള്ളത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. നമ്മൾ കൃത്യം 7:30 ആകുമ്പോഴേക്കും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയത് നല്ലൊരു സമയത്താണെന്ന് തന്നെ പറയാം. കാരണം അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ദർശനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തെ അനുഭവം എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ രോമാഞ്ചം വരും. കാരണം നാഗത്തിൻ്റെ മുകളിൽ വിഷ്ണു ഭഗവാൻ യോഗനിദ്രയിൽ ശയിക്കുന്ന ആ രൂപം കുറേ നാളായി കാണണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ ആ സമയത്ത് അത് കണ്ടപ്പോൾ കണ്ണുകൾ എടുക്കാൻ തോന്നിയില്ല. ഒരു രോമാഞ്ചം വന്ന അനുഭവം തന്നെയായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത്. വളരെയേറെ സന്തോഷമായി. കുറച്ചധിക സമയം ഞങ്ങൾ അമ്പലത്തിനകത്ത് ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രയധികം അതിനകത്ത് കാണാനുണ്ട്. കൊത്തുപണികളൊക്കെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ പുറത്തിറങ്ങിയ ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ പോയത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല. അവിടെ പോയി മനസ്സ് നിറയെ തൊഴുതു. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഊബർ വിളിച്ചിട്ടാണ് നേരെ ചെങ്കലിലേക്ക് പോയത്. അവിടെ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലേക്ക് പോയി. ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. ഇവിടെ ഈ ശിവലിംഗത്തിനകത്തേക്ക് കയറാൻ വേണ്ടി പറ്റും. ഒരാൾക്ക് 200 രൂപ എന്തോ ആണ് എൻട്രി ഫീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താഴെ തന്നെ പൂജയ്ക്കുള്ള സാധനങ്ങൾ കിറ്റായിട്ട് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നമ്മൾ കയറിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ആളുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമുക്ക് തന്നെ പൂജകളും കാര്യങ്ങളും ചെയ്യാം. അങ്ങനെയാണ് അവിടുന്ന് പറഞ്ഞു കേട്ടത്. അതിനകത്ത് കയറാത്തത് കൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞങ്ങൾ അതിനകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. അതിന് തൊട്ടടുത്ത് തന്നെ അമ്പലത്തിന് ചുറ്റും ഒരുപാട് കടകളുണ്ട്. നല്ല നല്ല ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എത്തിയത് ആഴിമലയിലേക്കാണ്. ആഴിമല ബീച്ചിൻ്റെ സൈഡ് തന്നെയാണ് വരുന്നത്. ഞങ്ങൾ വൈകുന്നേരമായി അവിടെ എത്തുമ്പോഴേക്കും. അതുകൊണ്ട് അമ്പലമൊക്കെ തുറക്കുന്ന സമയമായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ശിവരൂപം കാണാൻ വേണ്ടി മുകളിലേക്ക് കയറി. ഇവിടെയും ശിവരൂപത്തിൻ്റെ താഴെ നമുക്ക് കയറി കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരാൾക്ക് എൻട്രി ഫീസ് 100 രൂപയാണ് വരുന്നത്. ഇവിടെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് കൊത്തുപണികളുള്ള പലതരം ശില്പങ്ങളാണ് ഉണ്ടായിരുന്നത്. ശിവൻ്റെ തന്നെ പല രൂപങ്ങളും. അതിനകത്തുള്ള കാഴ്ച എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. കാരണം വൈകുന്നേരം ഞങ്ങൾക്ക് തിരിച്ച് തൃശ്ശൂരേക്ക് എത്താനുള്ള ട്രെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പുലർച്ചക്കാണ് തൃശ്ശൂരേക്ക് എത്തുന്നത്. അവിടെ റൂമെടുത്ത് ഫ്രഷപ്പായി ആദ്യം തന്നെ തൃപ്രയാറേക്ക് പോയി. അവിടെ മീനൂട്ടമൊക്കെ നടത്തി. പിന്നീട് ഞങ്ങൾ പെരിങ്ങോട്ടുകര വിഷ്ണുമായ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ തൊഴുതതിന് ശേഷം അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ശേഷം കാനാടിക്കാവിലേക്കും പോയി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.